നമസ്കാരം. തെറ്റുതിരുത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയായ എം.വി. ഗോവിന്ദനും അവരോട് ഒട്ടി നിൽക്കുന്ന CPM നേതാക്കളും ഒക്കെ പറയുന്നത്. പക്ഷേ തെറ്റുതിരുത്താനൊട്ട് അവർ തയ്യാറുമില്ല. എന്തായാലും ഇത്രയും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് പോലും തെറ്റുതിരുത്താനോ ചെയ്ത തെറ്റുകളും പിഴവുകളും ഏറ്റുപറയാനോ ഒന്നും തയ്യാറാകാതെ വീണ്ടും വീണ്ടും ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനും എം.വി. ഗോവിന്ദനും. പിണറായി വിജയൻ്റെ ഒരു കോടാലിക്കൈ മാത്രമാണ് എം.വി. ഗോവിന്ദൻ. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ചടയൻ ഗോവിന്ദനെ പോലെയുള്ള പ്രഗത്ഭരായ പാർട്ടി സെക്രട്ടറിമാർ ഇരുന്ന സഖാക്കന്മാർ ഇരുന്ന കസേരയിലാണ് ഈ ഗോവിന്ദനെ പോലെയുള്ള വിഡ്ഢികൾ കയറിയിരുന്ന് വിഡ്ഢിത്തരം പറയുന്നത് എന്നോർക്കുമ്പോൾ തീർച്ചയായും കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരന് അതോർത്ത് നാണക്കേടുണ്ടാകും. അത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളാണ് എഴുന്നള്ളിക്കുന്നത്. ഇപ്പോഴും തങ്ങളാരും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിനാണ് ഗോവിന്ദനും വിജയനുമൊക്കെ. അത് വിജയിക്കുകയായിരുന്നുവെങ്കിൽ അത് പിണറായി വിജയൻ്റെ വിജയമാക്കി ഉയർത്തി കാണിക്കാനും, തോൽക്കുമ്പോൾ അത് മറ്റാരുടെയെങ്കിലും മേൽ പഴിചാരാനുമൊക്കെയുള്ള ഇവർ കാണിക്കുന്ന ഈ ഒരു തന്ത്രമൊക്കെ, ഇത്രയും ഒരു കുപ്രചരണങ്ങളുമൊക്കെ അവരെ വലിയ രീതിയിൽ പരിഹാസപാത്രങ്ങളാക്കുകയാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥിയായിരുന്നു P.K. ശ്യാമള. ആരാണ് P.K. ശ്യാമള? എം.വി. ഗോവിന്ദൻ്റെ ഭാര്യ. P.K. ശ്യാമളയ്ക്ക് മത്സരിക്കാൻ അവസരം നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടിയിലെ തന്നെ കണ്ണൂരിലെ മുതിർന്ന നേതാവായ T.K. ഗോവിന്ദൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി വിമതനായി മത്സരിച്ച് ജയിച്ച് MLA ആയി നിയമസഭയിലെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതാണ് സംഭവിച്ചത്. എന്തായാലും ഈ P.K. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് പരോക്ഷമായി CPM ജനറൽ സെക്രട്ടറി M.A. ബേബി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പരാമർശത്തെ തള്ളിയിരിക്കുകയാണ് എം.വി. ഗോവിന്ദൻ. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന രേഖയിൽ ഏതെങ്കിലും വ്യക്തിയെ സംബന്ധിച്ച് പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ലെന്നും സംഘടനാപരമായ ദൗർബല്യമാണ് ചൂണ്ടിക്കാണിച്ചത് എന്നുമാണ് ഈ എം.വി. ഗോവിന്ദൻ ഇപ്പോഴും ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നത്. ബേബി പറഞ്ഞ കാര്യത്തിൽ വേറെന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഈ എം.വി. ഗോവിന്ദൻ പറയുന്നുണ്ട്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിലടക്കം മാധ്യമങ്ങൾ പലതും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് അവലോകന രേഖ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചതാണെന്നും പ്രാധാന്യത്തോടെ അവലോകനവും നടത്തിയെന്നൊക്കെയാണ് ഈ ഗോവിന്ദൻ ഇപ്പോഴും പറയുന്നത്. റിപ്പോർട്ടിലെ ആദ്യ ഭാഗത്തിൻ്റെ ചിത്രവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും ലഭ്യമായ ഈ രേഖയിലൂടെ പാർട്ടിക്ക് ഒന്നും മറച്ചുവെക്കാനില്ലെന്നാണ് വ്യക്തമാകുന്നതെന്നും അതിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് ഗോവിന്ദൻ പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജനറൽ സെക്രട്ടറിയായ ബേബിയെ വെല്ലുവിളിക്കുന്ന ഒരു സ്വരം ഗോവിന്ദനിൽ നിന്നുണ്ടായില്ല. പകരം വാക്കുകളിൽ സൂക്ഷ്മത പാലിക്കാനും പറയാനുള്ളത് പറയാനും അയാൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിൽ പാർട്ടി കടന്നാക്രമണം നേരിട്ടപ്പോൾ ശ്യാമളയെ ഒഴിവാക്കാൻ ഗോവിന്ദൻ തന്നെ മുൻകൈ എടുക്കേണ്ടിയിരുന്നു എന്നാണ് മലപ്പുറത്ത് വെച്ച് ബേബി പരോക്ഷമായി സൂചിപ്പിച്ചത്. ആരുടെയും പേര് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ കേട്ടവർക്ക് മനസ്സിലായി അത് ഗോവിന്ദനും ശ്യാമളയുമാണ് എന്നുള്ള കാര്യം. സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ പറയാത്ത കാര്യമാണ് ബേബി ചൂണ്ടിക്കാണിച്ചതെന്നാണ് അദ്ദേഹം ഈ എം.വി. ഗോവിന്ദൻ പറയുന്നത്. പാർട്ടി നടത്തിയ പരിശോധനയിൽ വ്യക്തികളുടെ വീഴ്ച കണ്ടില്ല എന്നാണ് ഈ രണ്ട് നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. അവലോകന റിപ്പോർട്ടിൽ ഇല്ലാത്തത് പാർട്ടിക്കകത്ത് പോലും റിപ്പോർട്ട് ചെയ്യരുത് എന്ന സംഘടനാ കാഴ്ചപ്പാടാണ് CPM-ൻ്റേതെന്നും ബേബി പക്ഷേ സംസ്ഥാന നേതൃത്വത്തെ പരസ്യമായി തിരുത്തിയെന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയങ്ങളുടെ കാരണങ്ങളുടെയും തിരുത്തൽ നടപടികളുടെയും കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അതേ സമീപനമല്ല സംസ്ഥാന നേതൃത്വത്തിൻ്റേത് എന്ന് ആണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. അതായത് ബേബിയുടെയും ഗോവിന്ദൻ്റെയും പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് അതാണ്. പ്രതിപക്ഷ നേതാവായി പിണറായി വേണ്ടിയിരുന്നോ എന്ന കാര്യത്തിലടക്കം പോളിറ്റ് ബ്യൂറോയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടായതാണ്. ജനങ്ങളെയും പാർട്ടി അണികളെയും ബോധ്യപ്പെടുത്തുന്ന മാറ്റങ്ങളും തിരുത്തലുകളും വേണമെന്ന അഭിപ്രായം സംസ്ഥാന ഘടകത്തിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ജനറൽ സെക്രട്ടറിയുടെ പിന്തുണ ഇവർക്കുണ്ടെന്ന സൂചനയും ശക്തമാണ്. ഇതുകൂടി കണക്കിലെടുത്താണ് ബേബിയെ തിരുത്താൻ പിണറായി വിജയനും ഗോവിന്ദനും തുനിഞ്ഞിറങ്ങിയത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ബേബി പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് പേര് പറയാൻ പോലും, അദ്ദേഹം CPM-ൻ്റെ ദേശീയ സെക്രട്ടറിയാണ്. ആ ദേശീയ സെക്രട്ടറിക്ക് പോലും കേരളത്തിൽ നടന്ന ഒരു എല്ലാ സാധാരണക്കാർക്കും അറിയാവുന്ന ഒരു വിഷയം, അതായത് തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറിയായ എം.വി. ഗോവിന്ദൻ്റെ ഭാര്യയെ എല്ലാ ചട്ടങ്ങളും മറികടന്നുകൊണ്ട്, എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് P.K. ശ്യാമളയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹത്തിന് പ്രത്യക്ഷമായി പോലും പറയാൻ കഴിയാത്ത ഒരവസ്ഥ. പരോക്ഷമായി അദ്ദേഹം പറയുന്നു ഇതാണ് കാരണമെന്ന്. പക്ഷേ എന്നിട്ട് പോലും പിണറായി വിജയനും എം.വി. ഗോവിന്ദനും ഈ ബേബിയുടെ നിലപാടിനെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് പേരിലേക്ക് പാർട്ടി ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. ഒരിക്കലും ഈ നേതൃത്വം
മാറരുത്, നേതൃത്വത്തിൽ മാറ്റം വരരുത്, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ തന്നെ ഉണ്ടാകണം. പാർട്ടി സെക്രട്ടറിയുടെ കാലത്ത് ഇനി ഒരു 4-5 കൊല്ലം കൂടി പാർട്ടി ഉണ്ടെങ്കിൽ ഉള്ള കാലത്തോളം എം വി ഗോവിന്ദനും വേണം. ദേശീയ സെക്രട്ടറിയായി ഈ പറയുന്ന ബേബിയും വേണം. എങ്കിൽ മാത്രമേ കമ്മ്യൂണിസം പൂർണ്ണമായും കേരളത്തിൽ തകർന്നടിയൂ. കാരണം കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു നാടും രക്ഷപ്പെട്ട ചരിത്രം ഭൂലോകത്തില്ല. അത് നമ്മുടെ രാജ്യങ്ങളുടെ കാര്യം വിട്ടിട്ട് നമ്മുടെ ഇന്ത്യയിലെ കാര്യം എടുത്തു നോക്കൂ. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും സംഭവിച്ചത് ഇതുതന്നെയാണ്. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഇത് സംഭവിക്കാൻ 33 കൊല്ലവും 26 കൊല്ലവും വേണ്ടി വന്നെങ്കിൽ കേരളത്തിൽ വെറും 10 കൊല്ലങ്ങൾക്കകം പിണറായി വിജയൻ അത് നമുക്ക് സാധിച്ചു തന്നു. കമ്മ്യൂണിസത്തെ തകർത്തെറിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഇതെല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കാരണം കമ്മ്യൂണിസം നിലനിന്നാൽ എന്തൊക്കെയാണ് ഒരു നാട്ടിൽ സംഭവിക്കുക എന്നുള്ള കാര്യം ജനങ്ങൾക്കെല്ലാം ബോധ്യമായതാണ്. അതുകൊണ്ട് ഇനിയുള്ള കാര്യം ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ള ഏതൊരു വിഷയം വന്നാലും അതിനെതിരെ സമരം നടത്തുക, പ്രതിഷേധം നടത്തുക, അത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കുക, മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊന്നും അവർക്ക് ചെയ്യാനില്ല. അവർക്ക് തിരുത്താൻ വയ്യ. കാരണം തെറ്റ് ചെയ്ത 2 പേർ പിണറായി വിജയനും ഗോവിന്ദനുമാണ്. അവർക്ക് തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത ഒരവസ്ഥയാണ്. എന്തായാലും വ്യക്തിപരമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഈ സ്ഥാനത്ത് ഇവരൊക്കെ തന്നെ തുടരണം. ഇങ്ങനെ പോയാൽ, ഇക്കണക്കിന് പോയാൽ 2-3 കൊല്ലം, ഈ 2-3 കൊല്ലത്തിനകം കേരളത്തിൽ പൂർണ്ണമായും നമുക്ക് മലമ്പനിയെയും മന്ദിനെയും അതുപോലെ കുഷ്ഠത്തെയും ഒക്കെ നിർമ്മാർജ്ജനം ചെയ്തതുപോലെ കമ്മ്യൂണിസത്തെയും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷം ഇവിടെ വികസനങ്ങളുണ്ടാകും, പുതിയ തൊഴിലിടങ്ങളുണ്ടാകും. ഈ കേരളം വിട്ടുപോയ പല തൊഴിൽശാലകളും ഫാക്ടറികളും ഒക്കെ തിരിച്ച് കേരളത്തിലേക്ക് വരും. അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പിണറായി വിജയനെയും എം.എ. ബേബിയെയും എം വി ഗോവിന്ദനെയും പോലെയുള്ള നേതാക്കൾ തന്നെ ഈ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് വേണം. ഇനി ഇവരെ മാറ്റി നിർത്തുകയാണെങ്കിലോ ആ ഭാഗത്തേക്ക് വരുന്നത് ഡബിൾ എ റഹീമും അതുപോലെ വസീഫിനെയും പോലെയുള്ള ആൾക്കാരായിരിക്കും. അവരുടെയൊക്കെ ഒരു നിലവാരമൊക്കെ നമുക്കറിയാം. ഇപ്പോഴുള്ളതിനേക്കാൾ പരമകഷ്ടമായിരിക്കും. എന്തായാലും CPM-ഉം കമ്മ്യൂണിസവും കേരളത്തിൽ തകർന്നടിഞ്ഞു തരിപ്പണമായിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഉൾക്കൊള്ളാൻ അന്തം കമ്മികൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യവുമാണ്.